ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നായ തമിഴ്നാട്ടിലുള്ള തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. നമ്മുടെ കേരളത്തിൽ നിന്നും ഈ ഒരു തഞ്ചാവൂരിലേക്ക് പോകുന്നവർക്ക് ആവശ്യമായ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാം, അതിൻ്റെ ടൈമിങ്സും കാര്യങ്ങളൊക്കെ, പിന്നെ നമ്മുടെ തഞ്ചാവൂർ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള പാലസ്, അതുപോലെ ബേർഡ്സ് പാർക്ക്, അങ്ങനെ തഞ്ചാവൂർ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാനുണ്ട്. ആ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. പതിവ് പോലെ നമ്മുടെ എല്ലാ യാത്രയും തുടങ്ങുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ യാത്രയും കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് ഡയറക്റ്റ് ട്രെയിനൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ എറണാകുളത്ത് നിന്നുമുള്ള കാരക്കൽ എക്സ്പ്രസ്സിലാണ് ഇന്നത്തെ എൻ്റെ യാത്ര. എല്ലാ ദിവസവും എറണാകുളത്ത് നിന്നും വൈകുന്നേരം 10:36 പുറപ്പെട്ട് രാവിലെ 9:05 തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ ഈ ഒരു കാരക്കൽ എക്സ്പ്രസ് എത്തിച്ചേരുന്നത്. ഈ ഒരു ട്രെയിനിൻ്റെ നമ്പർ പറയുകയാണെങ്കിൽ 16188 എന്നാണ് കേട്ടോ ട്രെയിൻ നമ്പർ വരുന്നത്. അപ്പോൾ ഞാൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ എറണാകുളത്തേക്ക് ലോക്കൽ ടിക്കറ്റ് എടുത്ത് കയറി. ഏകദേശം 70 എറണാകുളം വരെ ലോക്കൽ ടിക്കറ്റിനായത്. അവിടെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം വൈകുന്നേരമുള്ള, അതായത് 10:36 കാരക്കൽ എക്സ്പ്രസ്സിൽ കയറി നേരെ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി. ഒരാൾക്ക് 300 ടിക്കറ്റ് ചാർജ് വന്നത്. നോൺ AC സ്ലീപ്പറിനാണ് കേട്ടോ ഒരാൾക്ക് എറണാകുളത്ത് നിന്നും തഞ്ചാവൂർ വരെയുള്ള ടിക്കറ്റ് നിരക്ക്. രാവിലെ ഏകദേശം 9 മണിക്ക് തന്നെ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ജസ്റ്റ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഓട്ടോ ഉണ്ടാവും, തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റാൻഡും ഉണ്ട്. നമുക്ക് പോകേണ്ടത് ഓൾഡ് ബസ് സ്റ്റാൻഡിലേക്കാണ്. ഓൾഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് കുറച്ച് ദൂരം നടന്നാൽ തന്നെ നമ്മുടെ തഞ്ചാവൂർ ബിഗ് ടെമ്പിളിലേക്ക് എത്താം. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചാണ് പോകുന്നത്. ഷെയർ ഓട്ടോ നമുക്ക് കിട്ടും. പുറത്തിറങ്ങി കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരു 2-3 പേരെ കിട്ടി. അങ്ങനെ ഞങ്ങൾ എല്ലാവരോട് ഷെയർ ഇട്ട് ഓട്ടോ പിടിച്ച് നേരെ ഓൾഡ് ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ് കേട്ടോ. അല്ലാതെ വരണമെങ്കിൽ 100 രൂപ നമ്മൾ ഒറ്റയ്ക്ക് വരണമെങ്കിൽ കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ ബസ് നമുക്ക് കിട്ടും. ബസ്സിൽ കയറി ഇറങ്ങുന്നതിന് 5 രൂപ വരുന്നുള്ളൂ. അപ്പോൾ ബസ്സിൽ കയറി നമുക്ക് ഓൾഡ് ബസ് സ്റ്റാൻഡിൽ തന്നെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് നേരെ നടന്ന് ടെമ്പിളിലേക്ക് പോകാം. അപ്പോൾ ഓട്ടോ ഡ്രൈവർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇവിടെ റൂംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഫ്രഷപ്പിന് റൂംസൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ഫ്രഷായി ലഗേജൊക്കെ വെച്ചിട്ട് ഇവിടെ നേരെ ടെമ്പിളിലേക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നേരെ നമ്മുടെ ബിഗ് ടെമ്പിൾ കാണാനായിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പുള്ളി നമുക്ക് പറഞ്ഞു തന്നു. 100 രൂപ പറഞ്ഞെങ്കിലും പുള്ളി 20 രൂപ വെച്ച് ഒരാളുടെ നിന്ന് മേടിച്ചുള്ളൂ കേട്ടോ. 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 80 രൂപയ്ക്ക് ഞങ്ങൾ ഇവിടെ ഡ്രോപ്പ് ചെയ്തു. നമ്മളെപ്പോഴും തമിഴ്നാട്ടിലൂടെ നടക്കുമ്പോഴും വണ്ടി പോകുമ്പോഴും കാണാൻ പറ്റുന്ന കാഴ്ചയാണ് ഫ്രൂട്ട്സും അതുപോലെ ഇതുപോലുള്ള പൂക്കൾ കച്ചവടം ചെയ്യുന്ന എപ്പോൾ പോയാലും കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് നേരം ആ കാഴ്ചകളെ കൊണ്ട് നടന്നിട്ട് തൊട്ടടുത്തുള്ള ഒരു KRA എന്ന് പറഞ്ഞൊരു ഹോട്ടൽ കണ്ടുപിടിച്ചു കേട്ടോ. കുറേ ഹോട്ടലുണ്ടായിരുന്നു, ഒത്തിരി അടുത്ത് കയറി നോക്കി. പല റേറ്റിൽ റൂംസ് അവൈലബിൾ ആണ്. പക്ഷേ ബാത്റൂം അത്ര നീറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ കുറേ കണ്ടതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു ഹോട്ടലിലാണ് കേട്ടോ വന്നത്. ഇവിടെ റൂമിൻ്റെ താരിഫ് എഴുതി വെച്ചിട്ടുണ്ട്. 756 രൂപയാണ് സിംഗിൾ ഒക്കുപ്പൻസിക്ക് ആയത്. ഡബിൾ ആണെങ്കിൽ 2016 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഫിക്സഡ് പ്രൈസ് ആണ് എപ്പോഴും. ഈ ഒരു ഹോട്ടലിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ബസ് സ്റ്റാൻഡ് ഇറങ്ങി നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ആനന്ദം ടെക്സ്റ്റൈൽസ് കാണാം. അതിനോട് ചേർന്ന് തന്നെ KRA എന്ന് പറഞ്ഞ ഹോട്ടൽ നമുക്ക് കാണാൻ കേട്ടോ. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. നമുക്ക് വരുമ്പോൾ ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. വന്നപ്പോൾ തന്നെ കുളിച്ച് റെഡിയായി പുറത്തേക്ക് പോയി ടെമ്പിൾ കാണാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ നല്ല ടയർഡ് ആയതുകൊണ്ട് തന്നെ വന്നപ്പോൾ തന്നെ കുളിച്ച് ജസ്റ്റ് ഒന്ന് കിടന്നപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് നേരെ ടെമ്പിൾ കാണാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ആദ്യം കാണാൻ പറ്റിയ കാഴ്ച വന്നപ്പോൾ കണ്ട അതേ കാഴ്ച തന്നെയാണ് ഇപ്പോൾ അതേ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ. കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോൾ നോക്കിയാലും ഇവിടെ പൂക്കച്ചവടക്കാരെ കാണാം കേട്ടോ. അപ്പോൾ അതേ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ നേരെ പുറത്തേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആനന്ദ ടെക്സ്റ്റൈൽസ് കാണാം. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ ഒരു ബസ് സ്റ്റാൻഡ് കാണാം. ഇതാണ് കേട്ടോ ഓൾഡ് ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് എപ്പോഴും റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് അവൈലബിൾ ആണ്. അതിനോട് ചേർന്ന് തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്കിവിടെ ബോർഡ് വെച്ചേക്കുന്ന കാണാം. ബിഗ് ടെമ്പിളിലേക്ക് പോകാനുള്ള ലെഫ്റ്റിലേക്ക് ഒരു ആരോ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് പുറത്തിറങ്ങി ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലും പറഞ്ഞു തരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കേണ്ട ആവശ്യം വരില്ല. എല്ലായിടത്തും തന്നെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ നിന്ന് ഓട്ടോയും കിട്ടും കേട്ടോ. ഓട്ടോ പിടിച്ച് കഴിഞ്ഞാൽ നമ്മളെ നേരെ ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യും. അത്യാവശ്യം നല്ല ചൂടുണ്ട്. കേരളത്തിലെ പോലല്ല, തമിഴ്നാട്ടിൽ നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ നടന്നു വരുമ്പോൾ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഓട്ടോക്കാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഓട്ടോക്കാർക്ക് 1 കിലോമീറ്റർ പോകാൻ വരെ അവർ 100-120 രൂപയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ബാർഗെയിൻ ചെയ്ത് തന്നെ പോകാൻ ശ്രമിക്കുക. അപ്പോൾ അതേ ബിഗ് ടെമ്പിളിൻ്റെ ബോർഡൊക്കെ നോക്കി കുറച്ച് ദൂരം മുന്നേക്ക് വന്നു. ഒരു 5 മിനിറ്റ് നടന്ന് വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ദേ ടെമ്പിളിൻ്റെ വലിയൊരു ഗോപുരം നമുക്ക് ഈ റൈറ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും കേട്ടോ. റോഡ് സൈഡിൽ തന്നെയാണ്. നമുക്ക് തപ്പി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈസി ആയിട്ട് നമുക്ക് ഇവിടെ വന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. മുണ്ടും ഷർട്ടും കൊടുത്ത് എല്ലാവരും നടന്നു പോകുന്ന വഴി അങ്ങ് നടന്നാലും മതി. കറക്റ്റ് നമുക്ക് ഈ ഒരു ടെമ്പിളിൻ്റെ അടുത്ത് എത്താൻ പറ്റും കേട്ടോ. ആദ്യം ഒരു പ്രവേശന കവാടമാണ് കണ്ടതെങ്കിലും റോഡ് സൈഡിൽ നിന്ന് കുറച്ച് ദൂരം മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് ഇതേ 2 പ്രവേശന കവാടവും ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുരവും ഒക്കെ നമുക്ക് ഈ റോഡിൽ നിൽക്കുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഓട്ടോക്കാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാൻ മറന്നത്. ഓട്ടോക്കാർ ഒരുപാട് നമ്മളെ പറ്റിക്കാൻ ചാൻസ് ഉണ്ട്. 2 കിലോമീറ്റർ ഉണ്ട്, 3 കിലോമീറ്റർ ഉണ്ടെന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ അങ്ങനെയൊന്നും കയറി പോകണ്ട. തൊട്ടടുത്ത് നടക്കാനുള്ള ദൂരങ്ങളൊക്കെ ഉള്ളൂ. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നായ തഞ്ചാവൂർ ബൃഹദേശ്വര ടെമ്പിളിൻ്റെ മുന്നിലാണ് ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്നത്.
ക്ഷേത്രത്തിൻ്റെ ആദ്യ കവാടത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയപ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരുപാട് പൂക്കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാം കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്, അവർ ചിരിക്കുകയും റെഡിയാവുക ഒരുങ്ങിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, വലുതായിട്ടൊന്നും മനസ്സിലായില്ല. പിന്നെ ദേ നമ്മുടെ ഈ ഒരു കവാടം കടന്നാണ് നമ്മുടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നവർ മാക്സിമം അതിരാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിലോ വരാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ തന്നെ ഇതുവഴി നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം തിരക്കല്ല, നമ്മുടെ കാല് തറയിൽ ചവിട്ടാൻ പറ്റാത്ത രീതിയിൽ ചൂടാണ് കേട്ടോ. അതുപോലെ ഇതിനകത്തേക്ക് പ്രവേശനത്തിന് നമുക്ക് ടൈമിംഗ് വരുന്നുണ്ട്. രാവിലെ 6 മണിക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 12:30 ക്ലോസ് ചെയ്യും. അതുപോലെ വൈകുന്നേരം 4 മണിക്ക് ഓപ്പൺ ചെയ്ത് രാത്രി 8:30 വരെയാണ് കേട്ടോ ടൈം വരുന്നത്. അത് നമ്മൾ ക്ഷേത്ര ദർശനത്തിന് വരുവാണെങ്കിൽ മാത്രമാണ് ഈ ടൈമിംഗ് ഫോളോ ചെയ്യേണ്ടത്. ഇല്ലെന്നുണ്ടെങ്കിൽ രാവിലെ ഓപ്പൺ ചെയ്താൽ, അതായത് 6 മണിക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം 8 മണി വരെ നമുക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കാം. ഈ ഒരു പാലസും കാര്യങ്ങളും ഇവിടുത്തെ ചുറ്റുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുവരാൻ പറ്റും. ക്ഷേത്ര ദർശനത്തിന് അകത്തേക്ക് കയറാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ഡ്രസ് കോഡോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഫോളോ ചെയ്യാനായിട്ട് പറയുന്നില്ല. പിന്നെ നമുക്ക് കയറി വരുമ്പോൾ ഇവർ പറയുന്നത് മൊബൈലിൽ ക്യാമറയിലും ഫോട്ടോസ് മാത്രം നിങ്ങൾക്ക് എടുക്കാം, അതുപോലെ വീഡിയോ എടുക്കരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതാരും ഫോളോ ചെയ്യുന്നൊന്നുമില്ല. പിന്നെ നമുക്ക് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് തിരിയുമ്പോഴത്തേക്ക് ഇതുപോലെ ചെരുപ്പ് സൂക്ഷിക്കാനായിട്ടൊരു ഇടമുണ്ട്. അത് നമുക്ക് പേയ്മെൻറ്റ് കൊടുത്താണ് ചെരുപ്പ് സൂക്ഷിക്കുന്നത്. അകത്തേക്ക് നടന്നു വന്നിട്ട് ഇവിടുന്ന് ഒരു ചെറിയൊരു ഈ കാണുന്ന പോലെ ഒരു സഞ്ചി എടുക്കുക. നമ്മുടെ ചെരുപ്പ് അതിനകത്തേക്ക് ഇട്ടതിന് ശേഷം ഇവിടെ ഒരു നമ്പർ നോക്കി അതിലേക്ക് ഹാങ് ചെയ്തിട്ട് ഈ ഒരു കൗണ്ടറിൽ വന്ന് നമ്പർ പറയും, ഒരു സ്ലിപ്പ് തരും. ഒരു ചെരുപ്പിന് 5 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ചെരുപ്പൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും വലിയൊരു പ്രവേശന കവാടം കാണാം. അതിനോട് ചുറ്റും വലിയൊരു കോട്ടമതിലൊക്കെ നമുക്ക് കാണാം കേട്ടോ. അതുപോലെ ഗാർഡനൊക്കെ വളരെ മനോഹരമായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെമ്പകത്തിൻ്റെ മരമൊക്കെ പൂത്തിക്കുന്നതാണ്, നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്കും രണ്ടാമത്തെ കവാടം കാണാം. ഈ വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത്. ആദ്യം ചെറിയൊരു പ്രവേശന കവാടം, അതിനുശേഷം ഈ ഒരു വലിയ കവാടം, അതിനുശേഷമാണ് രണ്ടാമത്തെ കവാടം കയറി നമ്മൾ അകത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഈ ബൃഹദേശ്വര ടെമ്പിളിൻ്റെ ആ ഒരു വലിയ ഒരു രൂപവും ആ ഒരു നന്ദി ഇരിക്കുന്ന ഭാഗവും ക്ഷേത്രത്തിനകത്തേക്കുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ക്ഷേത്രത്തിനകത്ത്. പക്ഷേ നല്ല സ്ഥലമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അധികം തിരക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല, ഒന്നും തൊള്ളൊന്നും ഫീൽ ചെയ്യുന്നില്ല. വരുന്നവരൊക്കെ കുറേ ടൈം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒത്തിരി പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. കുറേ പേര് ക്ഷേത്ര ദർശനത്തിനായിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അതുപോലെ എന്തൊക്കെയോ പ്രോഗ്രാമിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ ഇവിടെ നടത്തുന്നത് നമുക്ക് കാണാം കേട്ടോ. ഇത് നമ്മൾ പുറത്തു നിന്ന് കണ്ടപ്പോൾ ഒരു വലിയ മതിൽ കണ്ടായിരുന്നു. ആ മതിലിനോട് ചേർന്ന് അകത്തായിട്ട് കുറേ വിഗ്രഹങ്ങൾ, കുറേ പല രൂപത്തിൽ നമ്മുടെ പല ദൈവങ്ങളുടെ തെർമോക്കോളിലും പ്ലാസ്റ്റിക്കിലും ഗ്ലാസ്സിലും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ നന്ദിയുടെ രൂപം ഇവിടെ കാണാം. അതുപോലെ ഇവിടെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു കച്ചേരി പോലൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വന്ന് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം ഇവിടെ ഇരുന്നതിന് ശേഷം നമ്മുടെ ഈ ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറി ദർശനമൊക്കെ നടത്തിയതിന് ശേഷം പുറത്തിറങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു കാണുന്ന ഇതിനകത്താണ് ഒരു വലിയ ശിവലിംഗത്തിൻ്റെ പ്രതിഷ്ഠ നമുക്ക് കാണാൻ പറ്റുന്നത്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം എടുത്തു കയറി തൊഴുതിറങ്ങാനായിട്ട്. ശരിക്കും വൈകുന്നേര സമയങ്ങളിൽ, അതായത് ഒരു 6:30-ക്ക് ശേഷം വരുന്നവർക്ക് ഇവിടെ ലൈറ്റ് ഷോ എന്ന് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം നല്ല രീതിക്ക് ലൈറ്റൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് ഈ ഒരു ടെമ്പിളിൻ്റെ ആ ഒരു വലിയ ഗോപുരവും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ലൈറ്റ് വെച്ച് നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ വൈകുന്നേരം വരുന്നവർക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഒരു കച്ചേരി നടക്കുന്ന ആ ഒരു പാട്ട് കേട്ടിട്ട് ഒരു കുഞ്ഞുകുട്ടി ഡാൻസ് കളിക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമ്മളിവിടെ കണ്ടത്. ഇതുപോലെ ഒരുപാട് പേര് ഇവിടെ വന്ന് ഡാൻസ് കളിക്കുകയും റീൽസ് എടുക്കുകയും വീഡിയോസ് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊരു വഴിപാട് കൗണ്ടറാണ് കേട്ടോ. ഇതിനകത്തേക്ക് നടന്ന് കുറച്ച് ക്ഷീണിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് ലഡുവും കാര്യങ്ങളും അതുപോലെ കുറേ പ്രസാദങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കേർഡ് റൈസ്, ലെമൺ റൈസ് ഒക്കെയാണ് ഇവിടുത്തെ പ്രസാദങ്ങൾ. ഇതൊക്കെ മേടിച്ച് നമുക്ക് ഇതിനകത്ത് തന്നെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. ഈ ഒരു കച്ചേരിയൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്ന് എല്ലാവരും ആഹാരം കഴിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് മുണ്ടി ഷർട്ടുമൊക്കെ ഇട്ട് റെഡിയായി നേരെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. കോലം ഇടുന്നൊരു കാഴ്ച. ഇത് നമ്മൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ സ്ഥിരം കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. അതൊക്കെ കണ്ടതിന് ശേഷം നേരെ വീണ്ടും ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്തി. തൊട്ടടുത്ത് തന്നെയാണ്, താമസിക്കുന്ന സ്ഥലത്ത് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. രണ്ടാമതും വരാൻ കാരണം വേറൊന്നുമില്ല, ഇന്നലെ വൈകുന്നേരം വന്ന് രാത്രിയിലത്തെ കാഴ്ചകളൊക്കെയാണ് കണ്ടത്. അപ്പോൾ ഇന്ന് രാവിലെ വന്നിട്ട് പകൽ നമുക്കിതിനകത്ത് എങ്ങനെയായിരിക്കും രാവിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതേ ഇവിടുത്തെ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ.
രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നേരെ വന്നത് ഈ പ്രസാദം കൊടുക്കുന്നിടത്തേക്കാണ് കേട്ടോ. ഇന്ന് വന്നപ്പോൾ ടാമറിൻ റൈസും അതുപോലെ ലെമൺ റൈസും തരിസാദം ഒക്കെ ഉണ്ട്. ഇത് മേടിച്ച് ഇവിടെ ഇരുന്ന് കഴിക്കാനാണ് പ്ലാൻ. ഈ പ്രസാദം ഇവിടെ നിന്ന് കഴിക്കാമെന്നൊക്കെ കഴിഞ്ഞ ദിവസം ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് കഴിക്കുന്നത്. കുറേ ആൾക്കാർ ഇവിടെ നിന്ന് കഴിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അതുപോലെ നമ്മുടെ നാട്ടിലെ മലയാളീസിനെ കണ്ടിട്ട് തട്ടിയിട്ടും തടഞ്ഞിട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മലയാളീസ് ഒരുപാട് പേര് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ടെമ്പിളിനെ പെരിയ കോവിലെന്നും അതുപോലെ രാജരാജേശ്വര കോവിലെന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ചോള രാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോളനാണ് ഈ ഒരു ക്ഷേത്രം പണികഴിപ്പിച്ചത്. AD 985 തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം 1013 പൂർത്തിയായത്. ശിവനാണ് ഈ ഒരു ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്തൊരു ക്ഷേത്രമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. പരമശിവനെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അന്നത്തെ കാലത്തെ ക്ഷേത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഉയരമുള്ള ഒരു ഗോപുരമായിരുന്നു കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിനുള്ളത്. 80 ടൺ ഭാരമുള്ള ഗോളാകൃതിയിലുള്ളൊരു താഴികക്കുടം നമുക്ക് കാണാം കേട്ടോ. ഈ 80 ടൺ ഭാരമുള്ള താഴികക്കുടം അന്നത്തെ ടെക്നോളജികൾ ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിലേക്ക് എങ്ങനെയാണ് കയറ്റിയതെന്ന് ഇപ്പോഴും കൗതുകമുണർത്തുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിന് 400 തൂണുകളുള്ള വരാന്തയും അതുപോലെ 5 നിലകളുള്ള പ്രവേശന ഗോപുരവുമാണ് ഉള്ളത്. അതുപോലെ നമ്മളെ കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണ് ഈ ഒരു വലിയ ക്ഷേത്രത്തിൻ്റെ നിഴല് ഒരു കാരണവശാലും തറയിൽ പതിക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിശയിപ്പിക്കുന്നൊരു കാര്യമാണ് പാറക്കല്ലുകൾ അടുക്കി വെച്ച് സിമെൻറ്റോ മണ്ണോ മണലോ ഒന്നും ഉപയോഗിക്കാതെയാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ടെമ്പിളിൻ്റെ കാഴ്ചകളെ കണ്ടിട്ട് ഇവിടുന്ന് നേരെ അടുത്ത കാഴ്ചകളിലേക്ക് പോകാൻ പോകുന്നത് നമ്മുടെ സംഗീതോപകരണമായ വീണ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം ഇതിൻ്റെ തൊട്ടടുത്തായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. കുറേ വീഡിയോസിലൊക്കെ കണ്ടു. അത് കാണാനായിട്ട് പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ കിട്ടിയൊരു കാഴ്ചയാണ്. പണ്ടത്തെ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ കോടതിയുടെയൊക്കെ ഫ്രണ്ടിലായിട്ട് ഈ ടൈപ്പ് റൈറ്റിംഗ് പരിപാടികൾ, മീൻസ് അതൊക്കെ ആ സിനിമയിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അല്ലാതെ നേരിട്ടൊന്നും കണ്ടിട്ടില്ല. ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത് ഈ ഒരു ടൈപ്പ് റൈറ്റിംഗ് മാനുവലി എങ്ങനെയാണ് ചെയ്യുന്നത്. കുറച്ച് നേരം ആ ഒരു കാഴ്ച കണ്ടു നിന്ന് കേട്ടോ. എന്തായാലും ആ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നിട്ട് മുമ്പോട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് വീണ ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. പക്ഷേ ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവരൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയ ടൈമായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ ആ ഒരു വീണയുടെ ഫിനിഷിംഗ് സ്റ്റേജ് ഒന്നും നമുക്കിവിടെ കാണാൻ പറ്റത്തില്ല. ഇവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ഇവിടുന്ന് ഈ ഒരു ഷേപ്പിലാക്കി ഒന്ന് ഏകദേശം ആയി കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥലത്തേക്ക് കൊണ്ട് ഈ പോളിഷിങ്ങും കാര്യങ്ങളും ഒക്കെ പല സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ പോകുന്ന വഴിക്ക് ഇതുപോലെ തഞ്ചാവൂർ ബൊമ്മകൾ ഇരിക്കും നമുക്ക് കാണാം. ഇവർ ഒരുപാട് വിലയൊക്കെ പറയും. നമ്മൾ ബാർഗെയിൻ ചെയ്ത് മാത്രമേ മേടിക്കാവൂ. ആദ്യം ഒരു 1000 രൂപ 2000 രൂപ എന്നൊക്കെ പറയും. പക്ഷേ നമ്മളൊന്ന് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വില കുറച്ച് കിട്ടും. പല സ്ഥലങ്ങളിലെ വിലയെല്ലാം അടുത്തടുത്ത് ചെല്ലും. ആളെ നോക്കിയാണ് കേട്ടോ ഇവർ വിലയൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ തമിഴ്നാട്ടിൽ പതിവ് കാഴ്ച ചക്കയും കപ്പയ്ക്കയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാം കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ചക്കയൊക്കെ റോഡിലൊക്കെ വീണ് കിടക്കുന്ന കാണാം. പക്ഷേ ഇവരിവിടെ വിൽക്കുന്നുണ്ടോ ഇത്രയും ചക്കയ്ക്ക് ഏകദേശം 250 ഗ്രാം ചക്കയ്ക്ക് ഏകദേശം 50 രൂപയൊക്കെ ആട്ടോ ഇവരിവിടെ മേടിക്കുന്നത്. നല്ല വിലയ്ക്കാണ് ഇവരിവിടെ ചക്കയൊക്കെ വിൽക്കുന്നത്. അപ്പോൾ തഞ്ചാവൂരിലെത്തി ആദ്യത്തെ ദിവസത്തെ കാഴ്ചകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കണ്ടത്. ഇനി അടുത്ത ദിവസം നമ്മൾ പോകാൻ പോകുന്നത് തഞ്ചാവൂരിലെ പാലസ്, അതുപോലെ തന്നെ മ്യൂസിയം, ആർട്ട് ഗാലറി, അതുപോലുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ കാണാൻ പോകുന്നത്. അതുപോലെ ഒരു ബേർഡ്സ് പാർക്ക് ഉണ്ട്. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ തഞ്ചാവൂരിലെ ബാക്കി കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കണ്ട. താങ്ക്